ഓർത്തഡോക്സ് പള്ളിയുടെ അനുദിനമുള്ള പുരോഗതിയിൽ നാം അതിയായി സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആ ദേവാലയവും അതിന്റെ മക്കളും അപ്പോസ്തോലിക വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ സഭയുടെ ഔന്നത്യത്തിനു വേണ്ടി പരിശ്രമിക്കുന്നുവെന്ന് കാണുന്നതിൽ നാം അഭിമാനം കൊള്ളുന്നു. വാത്സല്യ മക്കളെ, ആ ദേവാലയം അതിന്റെ ആരംഭകാലം മുതൽക്ക് തന്നെ ദൈവിക ചൈതന്യത്തിന്റെ പ്രകാശം പരത്തുന്ന ഒരു സങ്കേതസ്ഥാനമായി ശോഭിക്കുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമായി നാം കാണുന്നു. പരിശുദ്ധനായ ബഹനാൻസുഖതായുടെ നാമത്തിലുള്ള ആ ദേവാലയം തുമ്പോൺ മെത്രാസനത്തിലെ ഒരു മാതൃകാ ഇടവകയായി നിലനിൽക്കുന്നുവെന്ന് കാണുന്നതിൽ നമുക്ക് അത്യധികമായ സന്തോഷമുണ്ട്. 108 വർഷത്തെ പ്രശസ്തമായ ചരിത്ര പാരമ്പര്യമുള്ള ആ ദേവാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും മാതൃകാപരമായി മുൻപോട്ട് പോകുന്നു എന്നുള്ളത് തീർച്ചയായും ആ ഇടവകയ്ക്ക് അഭിമാനിക്കാവുന്ന വസ്തുതയാണ്. ആകയാൽ വാത്സല്യ മക്കളെ, പരിശുദ്ധനായ മാ ബഹനാം സഹദായുടെ അനുഗ്രഹീത നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്നതും തുമ്പോൾ മെത്രാസനത്തിലെ ദേവാലയങ്ങളിലൊന്നുമായ നമ്മുടെ കൊടുമൺ സെന്റ് ബഹനാൻസ് ഓർത്തഡോക്സ് ഇടവക അതിന്റെ 109ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അർഹമായ ഒരു അംഗീകാരം ഇടവകയ്ക്ക് കൽപ്പിച്ചു നൽകുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ആയത് സംബന്ധിച്ച ഇടവ മെത്രാപ്പോലീത്ത അഭ്യോന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് തിരുമേനി നമുക്ക് നൽകിയ ശുപാർശയും കൂടി പരിഗണിച്ച് ആ ദേവാലയത്തെ വലിയ പള്ളി എന്ന നിലയിൽ ആദരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ദൈവാത്മാവിൽ നമുക്ക് ബോധ്യമായി. ആയതിനാൽ പരിശുദ്ധ ബഹനാൻ സഹദായുടെ നാമധേയത്തിൽ സ്ഥാപിതമായിട്ടുള്ള കൊടുമൺ സെന്റ് ബഹനാൻ ഓർത്തഡോക്സ് പള്ളി ഇടവകയെ വലിയ പള്ളിയായി ഈ കൽപ്പനയിലൂടെ നാം പ്രഖ്യാപിക്കുന്നു. ഈ ദേവാലയം മേലിൽ കൊടുമൺ സെന്റ് ബഹനാൻ ഓർത്തഡോക്സ് വലിയ പള്ളി എന്ന് അറിയപ്പെടുന്നതാണ്. പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസം കടലിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നതിന് തുടർന്നും നിങ്ങൾക്ക് ഇടയാകട്ടെ. വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടക സംഘമായി, ദൈവമഹത്വത്തിന്റെ പ്രതീകമായി, മനുഷ്യരോടുകൂടിയുള്ള ദൈവത്തിന്റെ കൂടാരമായി ആ ഇടവക മേൽക്കുമേൽ പ്രശോഭിക്കട്ടെ. ശേഷം പിന്നാലെ സർവശക്തനായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ഉണ്ടാവുന്നതോടുകൂടെ സദാ വർദ്ധിച്ചുമാറാകട്ടെ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയാമ്മയുടെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരായ മാർ ഗ്രിഗോറിയോസിന്റെയും മാർ ദീവന്നാസിയോസിന്റെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമേൻ. 2011 ഡിസംബർ മാസം 1-ാം തീയതി കോട്ടയം കാതലിക്കേറ്റ് അരങ്ങേറുന്നു.